വിദ്യാലയം എന്റെ വീടിനടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നടന്നാണ് പോകാറുള്ളത്. എന്റെ കൂട്ടുകാരിൽ ചിലരോ അവർ സ്കൂൾ ബസ്സിലും വരാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിദ്യാലയത്തിൽ പോകുന്നത്? സ്കൂൾ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കണേ. നിങ്ങൾ എല്ലാ ദിവസവും വിദ്യാലയത്തിൽ മണിയടിക്ക് മുൻപ് എത്തിച്ചേരാറുണ്ടോ? അതിനുശേഷമുള്ള അസംബ്ലിയിലും ഈശ്വര പ്രാർത്ഥനയിലും പ്രതിജ്ഞയിലും എല്ലാവരും കൃത്യമായും പങ്കുചേരണം. ക്ലാസ്സിൽ നമ്മൾ അക്ഷരങ്ങളും വാക്കുകളും പാട്ടുകളും കഥയും ഒക്കെ പഠിക്കാറുണ്ടല്ലേ? അധ്യാപകരെ അനുസരിക്കാനും അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണേ. ഉച്ചഭക്ഷണം നിങ്ങൾ ഒറ്റയ്ക്കാണോ കഴിക്കാറുള്ളത്? അല്ല അല്ലേ? നമ്മുടെ കൂട്ടുകാരോടൊത്ത് പങ്കിട്ട് വേണം ആഹാരം കഴിക്കാൻ. കൂട്ടുകാരിൽ ആരെങ്കിലും ആഹാരം കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് കൂടി പങ്കിടാൻ ശ്രദ്ധിക്കണേ. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ കൃത്യമായി ചവറ്റുകുട്ടയിൽ നിക്ഷേപിക്കണേ കൂട്ടുകാരെ. ഇനി പഠനം മാത്രം മതിയോ? കളികളും വേണ്ടേ? ഇടവേളകളിൽ കൂട്ടുകാരോടൊത്ത് നമ്മൾ എല്ലാവരും കളിക്കാറില്ലേ? ഇത്തരം കളികൾ നമ്മുടെ വളർച്ചയ്ക്കും കായികക്ഷമതയ്ക്കും എല്ലാം ഏറെ അത്യാവശ്യമാണ്.